എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാനു വട്ടത്തിൽ. ഞാൻ ഇന്ന് പറയാൻ പോണ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തിരി ഗൗരവമുള്ളൊരു കാര്യമാണ്. നിസ്സാരമായിട്ട് എടുക്കരുത്. ചിലപ്പോൾ നിസ്സാര കാര്യമായിരിക്കും, ഒരുപാട് വലിയ വാർത്തയും കാര്യങ്ങളൊന്നും ആയിട്ടില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഞാൻ പറയാൻ പോണ കാര്യം നിങ്ങൾ കേൾക്കണം. അതായത് തിരുവനന്തപുരത്ത് വട്ടപ്പാറയിൽ കല്ലയം പതിയനാട് ദേവി ക്ഷേത്രത്തിൽ ഒരു ഗാനമേള ട്രൂപ്പിനെതിരെ നടന്ന ഒരു ആക്രമണം. അതായത് ആ നാട്ടിലെ ആളുകൾ, ചെറുപ്പക്കാർ, അവർക്ക് തുള്ളാനുള്ള അവസരം നൽകിയില്ല എന്ന് പറഞ്ഞിട്ട് ഗാനമേള ട്രൂപ്പിൻ്റെ 75 ലക്ഷത്തോളം രൂപ വരുന്ന സാമഗ്രികൾ, അതായത് നമ്മൾ ഗാനമേളയ്ക്ക് ഉപയോഗിക്കുന്ന ആ വസ്തുക്കളെല്ലാം അടിച്ച് തകർത്തിട്ട് 75 ലക്ഷം രൂപയോളം നാശനഷ്ടം വരുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പേക്കൂത്ത്, അതായത് മദ്യപിച്ചിട്ട് ഒരു ഉത്സവമായിക്കോട്ടെ അല്ലെങ്കിൽ ഇത്തരം പരിപാടികളിലേക്ക് 4 കാലേ വന്നിട്ട് കാണിച്ചു കൂടുന്ന കോപ്രായങ്ങൾ മുഴുവൻ അത് തീർക്കേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും, അതായത് ഞാൻ പറയുന്നത് ഈ മദ്യപിക്കുന്നവരുടെ കാര്യമാണ് കേട്ടോ. എന്തെങ്കിലും നിങ്ങൾക്ക് വൈരാഗ്യ ബുദ്ധിയോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലുള്ള എന്തെങ്കിലും താന്തോന്നിത്തരം കാണിക്കണമെങ്കിൽ അത് ദയവ് ചെയ്ത് ഇത്തരം നിരപരാധികളോട് കാണിക്കരുത്. അവരുടെ വയറ്റിപ്പഴപ്പാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഉത്സവ സീസൺ പോലുള്ള കാര്യങ്ങൾ സമയം തുടങ്ങിയാലേ ഇതുങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. അതിന് മുൻപെന്ന് പറഞ്ഞാൽ ഇതുങ്ങൾ സത്യം പറഞ്ഞാൽ വേറെ എന്തെങ്കിലും പണിക്ക് പോവുകയോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ മുടക്ക് മുതൽ, ഇത്രയും രൂപ മുടക്ക് മുതലിൽ ഇത്രയും സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ട് അത് ഷെഡിൽ കയറ്റി വെച്ചിട്ട് ഈ ഉത്സവം പോലുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് അതുങ്ങൾ അതും കൊണ്ട് പുറത്തിറങ്ങുന്നത്. നമ്മൾക്കറിയാലോ, പാരമ്പര്യമായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന കുറേ കലാരൂപങ്ങളാണ് ഈ പറയുന്നത് പോലെ ഗാനമേളയും നാടകവും. ഇങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. കുറേ ആളുകൾ വയറ്റിപ്പഴപ്പാണ്. അതുപോലെ തന്നെ നമ്മുടെ എൻ്റർടൈൻമെൻ്റ് ആണ്. ഒരു ഗാനമേള അല്ലെങ്കിൽ ഒരു ഉത്സവമോ അല്ലെങ്കിൽ ഒരു പള്ളിപ്പെരുന്നാളോ അല്ലെങ്കിൽ ഒരു വിവാഹ ചടങ്ങുകളൊക്കെ മനോഹരമാക്കുന്നത് ഇവരെല്ലാം കൂടെ ചേർന്നാണ്. കാശ് മേടിച്ചിട്ട് തന്നെ ആയിരിക്കാം. പക്ഷേ എങ്കിലും അതൊക്കെ ചേരുമ്പോഴാണ് മനുഷ്യൻ്റെ സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്നത്, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ, അവർ ചിലപ്പോൾ കുടുംബം പണയം വെച്ചായിരിക്കും ഇതൊക്കെ മേടിച്ച് വെക്കുന്നത്. അവർക്ക് വർഷത്തിൽ കുറച്ച് നാൾ, ഒരു 3-4 മാസം കിട്ടുന്ന പ്രോഗ്രാം, അത് 3-4 മാസം, പണ്ടത്തെ പോലെയൊന്നും നമ്മൾക്കിപ്പോൾ ഈ പറയുന്ന പോലെ എല്ലാ ദിവസവും പ്രോഗ്രാമൊന്നും ഇല്ലായിരുന്നു, അല്ലേ? പലതും നഷ്ടത്തിൽ തന്നെയാണ് പോയി ചെയ്തു കൊടുക്കുന്നത്. കാരണം കലയോടുള്ള ആഗ്രഹം കൊണ്ടാണ്. അത് ആദ്യം മനസ്സിലാക്കണം. കലയോടുള്ള ആഗ്രഹം കൊണ്ടാണ് പലരും നഷ്ടത്തിൽ ഓടിയിട്ടും ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ അതിനെ മനസ്സിലാക്കാതെ ചിലപ്പോൾ കുടുംബം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആധാരം പണയം വെച്ചും കടം മേടിച്ചും ഒക്കെ ആയിരിക്കും ഒരു പ്രസ്ഥാനം മുന്നോട്ട് നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. നമ്മളുടെ ഒരു ഇത്തിരി നേരത്തെ നമ്മൾ മദ്യപിച്ച് ലഹരി മരുന്നും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ പോയിട്ട് അമ്പലപ്പറമ്പിലും അവിടെ കിടന്ന് കൂത്താടിയിട്ട് ഇത്തരം തോന്നിയവാസികൾ കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പാവങ്ങളുടെ ഇത്തരം അവരുടെ ഉപകരണങ്ങളൊക്കെ അടിച്ച് നശിപ്പിക്കുമ്പോൾ ഓർക്കേണ്ടത്, ഇതിൻ്റെ നഷ്ടങ്ങൾ സഹിക്കുന്നതെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അവരൊരു പ്രോഗ്രാം ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞാൽ അവരത് പ്രോഗ്രാം ചെയ്ത് അവരെ സേഫായിട്ട് തിരിച്ചെത്തിക്കുക എന്നുള്ളത് ആ നാട്ടിലെ ചെറുപ്പക്കാരുടെയാണ് ഏറ്റവും വലിയ ബാധ്യത. ആ അമ്പല കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ ഈ പറയുന്ന ആരാണോ സംഘാടകരോ, അവർ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട് പൈസ മുടക്കി അവർ കൊണ്ടുവരിക എന്നുള്ളത്, അല്ലെങ്കിൽ അവർ പൈസ മുടക്കുന്നതല്ല, നാട്ടുകാരുടെ കാശ് തന്നെയാണ്. അങ്ങനെ കാശ് മുടക്കി അവർ പോയിട്ട് ബുക്ക് ചെയ്തിട്ട് കൊണ്ടുവരുമ്പോൾ അവരുടെ മാത്രം ഉത്തരവാദിത്തമല്ല. ആരാണോ പ്രോഗ്രാം ഈ പറയുന്ന പോലെ നടത്താനായിട്ട് വരുന്നത്, അവരെ തിരിച്ച് സേഫായിട്ട് എത്തിക്കുക എന്നുള്ളത് അത് അവരുടെ മാത്രം, സംഘാടകരുടെ മാത്രം ഉത്തരവാദിത്തമല്ല. അത് ഈ പറയുന്നത് പോലെ നാട്ടുകാരുടെയും കൂടി ഉത്തരവാദിത്തമാണ്. ഒരു പ്രോഗ്രാമിന് നമ്മൾക്കറിയാം, ചില സ്ഥലങ്ങളിലൊക്കെ ആളുകൾക്ക് പ്രോഗ്രാമിന് ചെല്ലാൻ തന്നെ മടിയാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ്, ആ നാട്ടിലെ നാട്ടുകാരെ പേടിച്ചിട്ടാണ്. എന്തിനാണ് ഇവരുടെയൊക്കെ മെക്കിട്ട് കയറുന്നത്? ഈ പറയുന്നത് പോലെ ഈ ജീവിക്കാൻ വേണ്ടി വരുന്നത് ഇവരുടെ വയറ്റിപ്പഴപ്പാണിത്. കലയെ ഇപ്പോൾ പലരും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഈ കലാപരമായ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അതിനോടുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? അവർക്ക് ഈ പറയുന്നത് പോലെ വലിയ എമൗണ്ട് ഒന്നും കിട്ടിക്കാണത്തില്ല അതിനകത്ത്. ചിലപ്പോൾ നഷ്ടത്തിലേക്കായിരിക്കും. 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം, 1.5 ലക്ഷം രൂപയൊക്കെ പ്രോഗ്രാമിന് വിളിച്ചാലും ഈ പറയുന്നതിൻ്റെ കംപ്ലീറ്റ് വാടകയും ട്രാവലിങ്ങും ഈ ആളുകളുടെയൊക്കെ ശമ്പളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മിച്ചം ചിലപ്പോൾ ഒന്നും കാണത്തില്ല. ചിലപ്പോൾ ലക്ഷങ്ങൾ മുടക്കിയായിരിക്കും, ബാങ്ക് അടവിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ സാധനങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നത്. നിസ്സാരമായിട്ട് നമ്മൾ ഈ കാണിക്കുന്ന തോന്നിയവാസം, എനിക്ക് തോന്നുന്നു ഇത്രയും മോശമായ ഒരു അവസ്ഥ, ഇത്രയും മോശമായ തോന്നിയവാസം കാണിക്കുന്നത് നമ്മുടെ കേരളത്തിലേ ഉള്ളൂ. സത്യം പറയാം, കേരളത്തിലെ ഇത്രയും തോന്നിയവാസം കാണിക്കുള്ളൂ. കാരണം വല്ലവൻ്റെയും വസ്തുക്കൾ അടിച്ച് തകർക്കാനും വല്ലവൻ്റെയും മെക്കിട്ട് കയറാനും ഇത്രയും താല്പര്യമുള്ള ഒരു വിഭാഗം ജനങ്ങൾ വേറെയില്ല. 10-75 ലക്ഷം രൂപയുടെ നാശനഷ്ടം വരുത്തി വെക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഇനി അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവർ ആകണമെങ്കിൽ എത്ര നാളെടുക്കും? ചിലപ്പോൾ ആ മനുഷ്യൻ കടത്തിലായിരിക്കും, അതിൻ്റെ ഓണർ, അല്ലെങ്കിൽ കോടീശ്വരനായിക്കോട്ടെ ഇല്ലാത്തവനായിക്കോട്ടെ, ആരായാലും ഒരു മനുഷ്യനാണ്. അവനത് പണം മുടക്കി മേടിച്ച് വെച്ചിരിക്കുന്ന സാധനമാണ്. അതൊക്കെ അടിച്ചു തകർക്കേണ്ട കാര്യം എന്താണ്? തുള്ളാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ തുള്ളാനോ ഡാൻസ് കളിക്കാനോ നൃത്തം ചെയ്യാനോ ഒക്കെ നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിന് നാട്ടുകാരുടെ മെക്കിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ പ്രോഗ്രാം ചെയ്യാൻ വരുന്നവരുടെ മെക്കിട്ടോ കയറുകയല്ല വേണ്ടത്. മനസ്സിലായോ? ഈ കാണിക്കുന്നത് ഇത് ഇപ്പോഴെന്നല്ല, ഇത് പലപ്പോഴും പല എന്താ പറയുക സ്ഥലത്ത് നടന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പലർക്കും ഇപ്പോൾ പ്രോഗ്രാം പോകാനായിട്ട് മടിയാണ്. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പ്രോഗ്രാം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വർഷത്തിൽ 2-3 മാസം മാത്രം കിട്ടുന്നൊരു ചാൻസാണ്, അല്ലെങ്കിൽ ഒരു അവസരമാണ്. അവർക്ക് ഇതിനകത്ത് കിട്ടുന്നത് മുഴുവൻ ലാഭമാണെന്ന് ആരും വിചാരിക്കരുത്. നഷ്ടത്തിൽ തന്നെയാണ് പലരും ഓടുന്നത്.
ഇതൊക്കെ കാണിച്ചു കൂടുന്ന ഇങ്ങനെയുള്ള പ്രവൃത്തികൾ കാണിച്ചു കൂടുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഈ നമ്മുടെ വിലയിരുത്തുന്ന നമ്മുടെ ജനങ്ങളുടെ പ്രബുദ്ധ ജനങ്ങളാണ് അല്ലെങ്കിൽ പ്രബുദ്ധരാണെന്ന് പറഞ്ഞിട്ട് ഇത്രയും വിവരമില്ലായ്മ കാണിക്കുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ ഒരു സ്ഥലത്തും ഇല്ല. വേറെ ഒരു സ്ഥലത്ത് ഇത്രയും തോന്നിയ കാണിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ? സ്റ്റേജിൽ കയറുക, സ്റ്റേജ് അടിച്ച് പൊളിക്കുക, പിന്നെ അവിടെ ഇരിക്കുന്ന സാമഗ്രികളെല്ലാം തല്ലി തകർക്കുക. അതിൻ്റെ കാരണം എന്താണ്? ഒന്ന് ഡാൻസ് കളിക്കാൻ അനുവദിച്ചില്ല, അല്ലെങ്കിൽ പിന്നെ പുറത്ത് കിടന്ന് വേക്കൂത്ത് കാണിക്കാൻ അനുവദിച്ചില്ല, മദ്യപിച്ചിട്ട് ആ മദ്യം മുഴുവൻ നാട്ടുകാരുടെ ദേഹത്ത് തീർക്കാനുള്ള അവസരം കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഈ ചെയ്തിട്ടുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ ഇതിനൊക്കെ കടുത്ത ശിക്ഷയാണ് കൊടുക്കേണ്ടത്. ആ 75 ലക്ഷം രൂപ അവന്മാരെ കൊണ്ട് തന്നെ മുടക്കിക്കണം. മനസ്സിലായ? 75 ലക്ഷം പോയിട്ട് 75 രൂപ എടുക്കാൻ കഴിവില്ലാത്തവന്മാരൊക്കെ ഈ പരിപാടി ചെയ്തു. കാശിൻ്റെ വിലയും കഷ്ടപ്പെടുകയും ചെയ്യുന്നവന്മാർ ഈ തരവരിത്തരം കാണിക്കത്തില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ പണത്തിൻ്റെ വിലയും അല്ലെങ്കിൽ അതുണ്ടാക്കുന്നതിന് ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് അറിയേണ്ട, കാണിയെങ്കിലും കണ്ടെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ളവൻ ഇത്തരം പരിപാടി ചെയ്യാൻ പോകത്തില്ല. ഇതൊക്കെ 10 പൈസക്ക് ഗതിയില്ലാതെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 75 പൈസ പോലും കയ്യിലെടുക്കാൻ നിവർത്തിയില്ലാത്തവന്മാർ കാണിക്കുന്ന പരിപാടിയാണ്. മനസ്സിലാകും? പക്ഷേ ഇങ്ങനെയുള്ളവന്മാർക്ക് കൊടുക്കേണ്ടത് ശിക്ഷ എന്ന് പറഞ്ഞാൽ തക്കതായ ശിക്ഷ. അവന്മാരെ പിടിച്ച് ജയിലിടരുത്. അവന്മാരെ കൊണ്ട് ഈ 75 ലക്ഷം രൂപ അവന്മാരെ കൊണ്ട് എടുപ്പിക്കണം. അവന്മാരെ കൊണ്ട് തന്നെ മുടക്കിക്കണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ പറയുന്നത് പോലെ പിന്നെ കുറച്ച് നാൾ പിടിച്ച് നമ്മൾ പിന്നെ റിമാൻഡ് ചെയ്ത് 90 ദിവസം അകത്ത് കിടന്നേച്ചും വീണ്ടും തിരിച്ച് പിന്നെ പുറത്ത് വന്നേച്ചും പിന്നെ അത് കേസിൻ്റെ വഴിക്ക് പോകും. ഈ പറഞ്ഞവന്മാരുടെ പുറകിലൊക്കെ ചിലപ്പോൾ 5-6 കേസ് വേറെ ഉണ്ടാവും. എന്താ പറയേണ്ടത്? ആ നഷ്ടപ്പെട്ടവൻ്റെ ദുഃഖം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ എന്ത് ചെയ്തിട്ടാണ് അവർ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യാമെന്ന്, അവരുടെ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ, അവരുടെ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് നിർത്താൻ പറയണം. എന്നിട്ട് ബാലൻസ് പൈസ തരാൻ പറ്റത്തില്ലെന്ന് പറയണം. അതങ്ങനെ നടക്കാറുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട് പലരും. ഇപ്പോൾ പ്രോഗ്രാം കുളവാണ്, നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പിന്നെ വൈബ് കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച അത്രയും പ്രോഗ്രാം, അവർ പറഞ്ഞത്രയും പ്രോഗ്രാം അവരെ കൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല, പണം കൊടുക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഇപ്പോൾ സംഘാടകർക്ക് അവരോട് സംസാരിക്കാം, അത് പ്രോഗ്രാം ശരിയായില്ല, നിങ്ങൾ ഇത് ഇവിടെ വെച്ച് നിർത്തിയേക്ക്, നമ്മൾ ഉദ്ദേശിച്ചതുപോലെ അല്ല, നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായം പിന്നെ പറഞ്ഞ് കേട്ടിട്ടാണ് വന്നത്, പക്ഷേ നിങ്ങളുടെ പെർഫോമൻസ് പോരാ, നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടാണ്, ഇത്രയും ചെയ്തത്രയും മതി എന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കാൻ അതിനുള്ള എല്ലാ എന്താ പറയുക അതിന് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ഒരു നമ്മൾക്ക് അതിനുള്ള അധികാരമുണ്ട്. പണം കൊടുക്കുന്ന നമ്മളാണ്. അല്ലാതെ വല്ലവൻ്റെ വസ്തുക്കൾ കയറി തല്ലി പൊളിക്കാനോ അല്ലെങ്കിൽ വല്ലവൻ്റെ മെക്കിട്ട് കയറാനോ ഉള്ള അധികാരമൊന്നും ആർക്കും ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ളവർക്കെതിരെ ചെയ്യേണ്ട കടുത്ത നടപടി എന്ന് പറഞ്ഞാൽ പൈസ എത്ര രൂപ മുടക്കിയോ അതിൻ്റെയും ആ പ്രോഗ്രാമിൻ്റെയും പൈസ ഇവന്മാരെ കൊണ്ട് മുടക്കിക്കണം. അപ്പോഴേ അതിൻ്റെ ഊത്തലറിയുള്ളൂ, അപ്പോഴേ പഠിക്കുള്ളൂ. അല്ലാതെ ഈ പറയുന്ന പോലെ ജയിലിൽ പിടിച്ചിട്ടുകൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ വെളിയിൽ വന്നിട്ട് ഇതിൻ്റെ അപ്പുറത്ത് കാണിക്കും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ളവന്മാർക്ക് കൊടുക്കേണ്ട ശിക്ഷ അതാണ്. ദയവ് ചെയ്ത് പ്രബുദ്ധ മലയാളികളെ, നിങ്ങൾ ദയവ് ചെയ്ത്, ഞാൻ ഉൾപ്പെടെയുള്ളവരോട്, എന്നെ കൂടെ ചേർത്ത് തന്നെയാണ് ഞാൻ പറയുന്നത്, വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആകുന്നില്ല, എല്ലാവരോടും ഞാൻ പറയുന്നത്, ദയവ് ചെയ്ത് ഒരിക്കലും ഒരുത്തൻ്റെ അന്നത്തിൽ കൈയിട്ട് വാരരുത്. അവൻ്റെ അന്നം തകർക്കാൻ നശിപ്പിക്കരുത്, അവൻ്റെ അന്നം തകർക്കാൻ ശ്രമിക്കരുത്. കാരണം അങ്ങനെ ചെയ്യുന്നത് നമ്മൾക്ക് ആ ഒരു പാരമ്പര്യം നല്ലതല്ല, നമ്മളുടെ സംസ്കാരം അല്ലത്. നമ്മൾ പ്രബുദ്ധരാണെന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുന്നത് പോലെ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ ശീലിക്കണം. നമ്മൾ മറ്റുള്ളവൻ്റെ പിന്നെ അന്നമില്ലാതാക്കിയിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മുടെ കുറച്ച് നേരത്തെ നമ്മുടെ മദ്യലഹരി അതിൽ നമ്മൾ മറ്റൊരുത്തൻ്റെ ജീവിതം നശിപ്പിക്കരുത്. എന്തുമാത്രം ആഗ്രഹിച്ചിട്ട് എന്തുമാത്രം എന്താ പറയുക ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട്. ഇപ്പോൾ സീസണല്ലേ, ഈ സീസണിൽ അവർക്ക് കിട്ടേണ്ട ഇപ്പോൾ തകർത്തില്ല. അപ്പോൾ ദയവ് ചെയ്ത് ഇത്തരം വിവരമില്ലായ്മ കാണിക്കാതിരിക്കുക. അങ്ങനെ കാണിക്കുന്നവന്മാർക്ക് ദയവ് ചെയ്ത് അധികാരികൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവന്മാർക്ക് കേസിന് പുറകെ പോയി അവന്മാർ ജയിലിലിടുക അല്ല ചെയ്യേണ്ടത്. എന്താണോ മുടക്ക് മുതൽ എന്താണോ നശിപ്പിച്ചത് അതങ്ങോട്ട് മുടക്കി അവന്മാരെ കൊണ്ട് ഉണ്ടാക്കിക്കണം. അതവൻ്റെയൊക്കെ കുടുംബം വിറ്റിട്ടായാലും അതുണ്ടാക്കി അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള ആ ഒരു എന്താ പറയുക കരുണ അത് അധികാരികൾ കാണിക്കണം. ഇത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. നമ്മളൊക്കെ പലപ്പോഴും, ഞാനൊരു കലാകാരനൊന്നുമല്ല, പക്ഷേ പലപ്പോഴും സ്റ്റേജ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് പലയിടത്തും പോയിട്ടുണ്ട്. ആ പോയിട്ട് പല ആളുകളെ നേരിട്ടറിയാവുന്നത് കൊണ്ടും പലരും ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പിന്നെ പുറത്തുനിന്ന് കടം മേടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ആർട്ടിസ്റ്റിനെയൊക്കെ പറഞ്ഞു വിട്ടിട്ടുള്ളത്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തറിയാവുന്നവരോട് ചോദിക്കുക. പല പ്രോഗ്രാമും പോകുന്നത് കടത്തിലാണ്, പക്ഷേ ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ കലയെന്ന് പറഞ്ഞാൽ രക്തത്തിൽ അലിഞ്ഞു പോയിട്ടുള്ളവർക്ക് അത് വിട്ട് കളയാൻ പറ്റില്ല ജീവിതാവസാനം വരെ. അതുകൊണ്ടാണ്. അപ്പോൾ ദയവ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ആരെയും നശിപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക. ഓക്കെ.